ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ സുബഹി കഴിഞ്ഞ ആ ഒരു സമയത്ത് പുറത്ത് വന്ന് നിന്ന് ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമാണ് ഈ സമയത്ത് മുറ്റത്ത് വന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പുറത്ത് നിൽക്കണ കാര്യം എൻ്റെ ഉമ്മ അറിഞ്ഞില്ല കേട്ടോ. ഉമ്മ അകത്തുനിന്ന് തന്നെ ലോക്ക് ചെയ്തു, ഡോറ് തുറന്ന് കിടന്നുറങ്ങിയതാണ് ആൾ വിചാരിച്ചത്. പിന്നെ പയ്യെ ഡോറിൽ മുട്ടി അകത്തേക്ക് കയറിപ്പോയിട്ടാ. രാവിലെ തന്നെ ഫോണും പിടിച്ച് നിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് വട്ട് പിടിക്കൂട്ടാ. പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വേറെ പണിയൊന്നുമില്ലല്ലോ. പിള്ളേരൊക്കെ 2 മണിയൊക്കെ ആവും സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങുമ്പോൾ. അപ്പോൾ ഞാനൊന്ന് രണ്ടാമത് ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ പോണ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ട്രെയിനിൻ്റെ റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ളത് ചൊവ്വര റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അതേപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടും നമ്മുടെ അടുത്തായിട്ടാണ് കേട്ടോ. ഒരു 2 കിലോമീറ്റർ ദൂരമുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടിയപ്പം മാത്രമാണ് കേട്ടോ ഉമ്മച്ചി ഉണ്ടാക്കിയത്. പിന്നെ തലേ ദിവസത്തെ ബീഫ് കറി, മുട്ടക്കറി, പിന്നെ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ടായിരുന്നു. മധുരത്തിൽ ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ അത് കഴിക്കാമല്ലോ. മാത്രമല്ല തലേ ദിവസം കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതൊക്കെ ഉമ്മ രാവിലെ ചൂടാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങി വഴക്കും തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ അതും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഫുഡ് വേസ്റ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേരൊക്കെ നിർബന്ധിച്ചതൊക്കെ കഴിപ്പിച്ചതിന് ശേഷം ഇടിയപ്പമൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. അപ്പോൾ ഏരിയാണ് കിട്ടിയത്. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കണം. പിന്നെ ചീര ഉണ്ടായിരുന്നു, അത് കഴുകി വെച്ചിട്ടുണ്ട്. അത് തോരൻ ഉണ്ടാക്കണം. അതേപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് താത്താക്കാണ് കേട്ടോ. രാവിലെ തുടങ്ങി അലക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അലക്കാനുണ്ടാവും കേട്ടോ. മാത്രമല്ല ഉണങ്ങി കിട്ടാനും ഭയങ്കര പാടാണല്ലോ മഴയൊക്കെ ആയതുകൊണ്ട്. നമുക്ക് പഴയ പേര ഉള്ളതുകൊണ്ട് തന്നെ തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷെ മഴയായതുകൊണ്ട് തന്നെ നല്ല സമയം എടുക്കും കേട്ടോ ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം വിരിച്ചിട്ടിട്ട് ഫാനൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തവണ പ്ലാൻഡായിട്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ അത്യാവശ്യം കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയും കൂടി ആയതുകൊണ്ട് നമുക്ക് വീട്ടിലിടാനൊക്കെ പിള്ളേർക്ക് നന്നായിട്ട് തന്നെ ഡ്രസ്സ് വേണം. അല്ലെങ്കിൽ ഒട്ടും ഡ്രസ്സില്ലാതെ വരും. കാര്യം ഇവിടെ നിന്ന് വാങ്ങിക്കുക, എന്നാലും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ ഈ തവണ ഞാൻ നന്നായിട്ട് തന്നെ പിള്ളേർക്ക് ഡ്രസ്സ് പ്ലാൻ ചെയ്തിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അവിടെയുള്ള ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ഡ്രസ്സുകൾ ചെറുതായതും മാറ്റാനും ഒഴിവാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് വരുന്ന സമയത്താണ് പിള്ളേരുടെയും നമ്മുടെയൊക്കെ വാർഡ്രോബൊക്കെ ക്ലീനായിട്ട് കിട്ടണം കേട്ടോ. ആർക്കെങ്കിലും കൊടുക്കാനുള്ളത് പിന്നെ ഒഴിവാക്കാനുള്ളത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ആ സമയത്ത് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ വാർഡ്രോബ് ശരിക്കും ക്ലീനായിട്ട് കിട്ടും കേട്ടോ ആ ഒരു സമയത്ത്. അങ്ങനെ ഒരു 3-4 കവറോളം ഞാൻ താഴെ ഡ്രസ്സൊക്കെ കൊടുക്കണവർക്ക് കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ബോക്സിലേക്ക്, ചാരിറ്റിയുടെ. അപ്പോൾ അങ്ങനെ ഫിഷ് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെറിയുള്ളി സംഭവങ്ങളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു. ഉലുവയൊന്നും പൊട്ടിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ നമ്മളുടെ ഇഞ്ചിയും ചെറിയുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്തിട്ടാണ്. അതിലേക്ക് തേങ്ങാപ്പാൽ, 1-ാം പാൽ 2-ാം പാൽ മിക്സ് ചെയ്ത് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇവിടെ ചെറിയ ചട്ടികൾക്ക് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ, മൺചട്ടികൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടും ഇത്രയും വലിയ ചട്ടിയാണ് കേട്ടോ തന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏരി കഴുകി ക്ലീനാക്കിയത് നമ്മുടെ മീനിൻ്റെ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച് വന്നപ്പോൾ. പിന്നെ പുളി ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് പയ്യാതെ അവിടെ കിടന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട്
ചീരയൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം താത്താനെയായിട്ട് ഏൽപ്പിച്ചേക്കണം. അതിൻ്റെ ഇടയിൽ പിള്ളേരെ കുളിപ്പിക്കാനായിട്ട് വിടൽ. അപ്പോൾ പുറത്തുള്ളൊരു ബാത്റൂം മാത്രമാണ് കേട്ടോ നമ്മളിവിടെ വീട്ടിൽ കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അകത്തെ ബാത്റൂമിലൊന്നും മക്കളെ കുളിപ്പിക്കാറൊന്നുമില്ല. അകത്തെ ടോയ്ലറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കുളിയും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തൊരു മോട്ടറും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ള ടാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടാണ് പിള്ളേരൊക്കെ എല്ലാം ലാവിഷായിട്ട് കുളിക്കണേ. കിച്ചണിൽ ഒരാളുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് പോകാമല്ലോ. ക്ലീനിങ്ങിനാണെങ്കിലും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇന്ന് ഉമ്മാക്ക് റെസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ ഡ്യൂട്ടി, കിച്ചണിലെ ഡ്യൂട്ടി എനിക്കും ക്ലീനിങ്ങിൻ്റെ ഡ്യൂട്ടി താത്താക്കുമാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് താത്താക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വൈകിട്ട് നെടുവന്നൂർ പോവുകയും വേണം. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ വർഷങ്ങളായിട്ട് താത്തയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് നാട്ടിൽ സ്റ്റിച്ച് ചെയ്യാനൊന്നും കൊടുക്കലില്ല. കൊടുക്കുകയാണെങ്കിൽ തന്നെ കളമശ്ശേരിയിൽ എനിക്കൊരു മെയിൻ ആളുണ്ട്. എൻ്റെ ഇക്കാട് കൂടെ മദ്രസയിൽ പഠിച്ചിത്തായാണ്. അവിടെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. കൂടുതലും ഞാൻ റെഡിമെയ്ഡൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇത്താനെയാണ് ഏൽപ്പിക്കാറ്. നെടുവന്നൂർക്ക് കൊടുക്കാറില്ല. കാരണം നമ്മുടെ വീട്ടിൽ നിന്നും അത്യാവശ്യം അകത്തേക്ക് നല്ല ലോങ്ങാണ് അവരുടെ വീട്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കലും വാങ്ങലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അവിടെ കൊടുക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്താത്ത എപ്പോഴും അവിടെ തന്നെയാണ്. ആൾക്ക് കംഫർട്ട് ചേച്ചി തയ്ച്ചാലാണ്. അപ്പോൾ അവിടെ വൈകുന്നേരം പോകാനുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ പതിവില്ലാത്ത പണിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൾഫിലാവുമ്പോൾ പിന്നെ ബോക്സിൽ നിന്ന് തേങ്ങ ഡയറക്റ്റ് എടുക്കുക, പിന്നെ ചട്ടിയിലേക്ക് ഇടുക, ആ ഒരു പണിയല്ലേ ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ പിന്നെ തേങ്ങ ചിരണ്ടണമല്ലോ. നാട്ടിലിപ്പോൾ സ്വർണ്ണത്തിനേക്കായും ഡിമാൻഡുള്ള സംഭവമാണ് കേട്ടോ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. അതേപോലെ വെളിച്ചെണ്ണയ്ക്കും ഇപ്പോൾ ലിറ്ററിന് 450 രൂപയാണെന്നൊക്കെയാണ് പറയണേ. ഓണമൊക്കെ ആകുമ്പോൾ 500 കിടക്കും എന്നൊക്കെയാണ് കേട്ടോ പറയണേ. അപ്പോൾ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ചെറുത് വന്നിട്ട് ക്യാമറ ഒന്ന് അടച്ചു പിടിച്ചതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഞാൻ ഇനി ഫിഷ് പൊരിക്കാനും ഉണ്ട്, ചീര തോരൻ വെക്കാനും ഉണ്ട്. അപ്പോൾ 2 ചട്ടിയും കൂടി ഒരുമിച്ച് അടുപ്പത്തേക്ക് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഉമ്മ വന്ന അന്നോടെ ഈ പറയണേ കേട്ടോ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുക, ഭയങ്കര റേറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഓയിൽ യൂസ് ചെയ്യലും കുറവാണ് കേട്ടോ, ഒട്ടും ഓയിൽ വാങ്ങിക്കലും ഇല്ല. അപ്പോൾ ഫിഷ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതേ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചീര ഒന്ന് ഉലത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയൊക്കെ ഉമ്മ ഇതേ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നിട്ടോ. ആൾക്ക് കിച്ചണിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ആൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കുക്കിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എനിക്ക് തരും. അപ്പോൾ ആരെങ്കിലും നിന്ന് കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് ഒഴിവായി പോകും കേട്ടോ. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ അപ്പുറത്താണല്ലോ ഇടുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ അപ്പുറത്ത് അടുപ്പത്താണ് കേട്ടോ ചോറ് വെക്കണേ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ചോറൊക്കെ വടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉമ്മയാണ് കേട്ടോ. തലേ ദിവസം ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റുക, അങ്ങനത്തെ പരിപാടികളിലൊന്നും നമ്മൾ നിൽക്കാറില്ല. നമ്മൾ മെയിൻ ഷെഫായിട്ട് നിൽക്കൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കടുക് പൊട്ടിക്കാനും ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ടാണ്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി വേവിച്ചെടുക്കും. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഒതുക്കിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങയിൽ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ട് ഒതുക്കിയെടുത്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കൊക്കെ ടിക്കറ്റ് വെക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ വരുന്ന വീക്കെൻഡ് നമുക്ക് കളമശ്ശേരിയിൽ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് എനിക്ക് പോരണം. ടിക്കറ്റ് എടുക്കണ അനുസരിച്ച് എനിക്ക് പോരണം. ആ ഒരു വീക്കെൻഡ് കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കാക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ട പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ത്രോട്ടാണെങ്കിൽ ഇപ്പോഴും ശരിയായിട്ടില്ല. ഞാൻ ഡെയിലി ഇപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ കല്യാണത്തിനാണെങ്കിൽ ഒരു പാട്ട് പോലും പാടാൻ പറ്റിയില്ല. നമുക്ക് ആകെ കിട്ടുന്ന ചാൻസ് നാട്ടിലെ കല്യാണങ്ങൾക്കാണല്ലോ ഒരു പാട്ട് പാടാനായിട്ട് കിട്ടുന്നൊരു ചാൻസ്. അതെന്തായാലും പാടാൻ പറ്റിയില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു ത്രോട്ടിന്. അപ്പോൾ അതേപോലെ തന്നെ ഈ ആഴ്ചത്തെ പരിപാടിക്കെങ്കിലും പാടണം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഡെയിലി രാവിലെ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പാടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ത്രോട്ട് നല്ല അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വാങ്ങിയ ചുക്ക് കാപ്പി ഒരു കുപ്പിയിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഒരു കുറച്ച് ഒന്ന് തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചീരയും ആ സൈഡിൽ കൂടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫിഷും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി കപ്പ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഉമ്മ വേവിച്ചെടുത്തിട്ടാണ്. അത് താത്ത ജസ്റ്റ് തേങ്ങ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതും വെച്ചു. അതിന് വേണ്ടിയിട്ട് പുളിച്ചമ്മന്തി ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാനൊന്ന് ഉണ്ടാക്കി അങ്ങനെ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചു. അത് സെപ്പറേറ്റ് എടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നല്ല മഴയായതുകൊണ്ട് പിള്ളേർക്കൊക്കെ കുളിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിടണോണ്ട് തന്നെ നമ്മുടെ അടുപ്പിൽ നല്ല കനലുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു ചരുവത്തിൽ കുറേ വെള്ളം എടുത്തങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ആവശ്യത്തിനനുസരിച്ച് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുളിക്കുകയാണ് ചെയ്യണേ. അങ്ങനെ എല്ലാവരുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേർ നിസ്കാരവും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അകത്തുണ്ട്. ഞാൻ ദേ പയ്യെ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളിയും പുളിയും പച്ചമുളകും നമ്മുടെ കല്ലുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് ഒതുക്കിയ ചമ്മന്തി ആയിരുന്നു. ചമ്മന്തി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതേപോലെ കപ്പയും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻകറിയും എല്ലാം ഇന്ന് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു വിശപ്പാണല്ലോ, പ്രത്യേകിച്ച് മഴയും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി ഫുഡായിരുന്നു ഇന്ന്. ചീരയും അതേപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ ആലുവയിൽ നിന്ന് പോരുന്ന വഴിക്ക് വാങ്ങിയതാണ്. നല്ല ഫ്രഷ് ചീരയായിരുന്നു. അതേപോലെ കുടപ്പൻ, പിന്നെ നമ്മുടെ തോരൻ, അച്ചിങ്ങ, കായ, ക്യാരറ്റ് അതൊക്കെ കട്ട് ചെയ്ത് പാക്കറ്റിൽ വിൽക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ അതും വാങ്ങി. അതേപോലെ ഈ തൈരും അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാലാട്ടെന്നും പറഞ്ഞിട്ടൊരു നാടൻ സംഭാരം, അതും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഉമ്മച്ചിയുടെ ഇഞ്ചിക്കറിയൊക്കെ അതേ അവസാന ഘട്ടത്തിലെത്തിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഇഞ്ചിക്കറിയോ അതൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ്. അതുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പറ ചോറുണ്ണാല്ലേ. ഊണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നേരം കിടക്കണം കേട്ടോ. ഇത്താത്ത ഉച്ചയ്ക്ക് കിടക്കി ഉറങ്ങി ഒന്നും ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ വഴക്ക് പറയണ്ടായിരുന്നു, നീ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും 5 മണിയാവും എഴുന്നേൽക്കുമ്പോൾ, അപ്പോൾ പുറത്തേക്ക് ഇറങ്ങലുണ്ടാവില്ല, എന്തായാലും നീ ഉറങ്ങല്ലേ കേട്ടോ എന്നും പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാതെ പിടിച്ച് നിന്നു. പിന്നെ ഒരു 3:30 ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡിയായതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലേക്ക് വരുന്ന ഒരു റോഡാണിത്. അപ്പോൾ അതിൻ്റെ 2 സൈഡും പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇവിടെ ഇപ്പോൾ NH-നേക്കാളും തിരക്കാണ് കേട്ടോ. വഴി കൂടെ നല്ല ബിസിയാണ് ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. കുറച്ച് നേരം നമ്മളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതേ നേരെ ഇത് ഞങ്ങളുടെ മെയിൻ ജംഗ്ഷനാണ്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ജംഗ്ഷനാണ്, നെടുവന്നൂരിൻ്റെ മെയിൻ സ്റ്റോപ്പ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ ബസ്സൊക്കെ കയറാൻ വന്ന് നിൽക്കുന്ന മെയിൻ സ്റ്റോപ്പ് ഇതാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ഓർമ്മകളും മെമ്മറീസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് റെയിൽവേ ഗേറ്റ് ക്ലോസ് ടൈമിംഗ് ആണ് കേട്ടോ. ഈ സമയത്ത് ട്രെയിൻ പോണ സമയത്ത് അറിയാലോ, റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയിരിക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്നു. ഈ ഒരു സ്റ്റോപ്പിലാണ് കേട്ടോ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് പ്രൈവറ്റ്, ചില സമയത്ത് പ്രൈവറ്റ് ആയിരിക്കും. ഞാൻ കൺസെഷൻ എടുക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ട്രാൻസ്പോർട്ടിനാണ് പോയിക്കൊണ്ടിരുന്നത്. +1 തുടങ്ങിയിട്ടാണ്. അത്രയും നാളും പ്രൈവറ്റ് ജീപ്പ് വരുമായിരുന്നു നമ്മുടെ വീടിൻ്റെ അവിടെ, അതിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് +1 തുടങ്ങിയാണ് ബസ്സിലേക്കായത് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് ഇവിടെ അടുത്ത്. അതേപോലെ 10th കുറച്ചാൾ ഇവിടെ ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ഏരിയ തന്നെയാണ്. ഇതാണ് നമ്മളുടെ മെയിൻ സ്പോട്ട്. ചെറുതിലെയുള്ള എൻ്റെ ഏറ്റവും വലിയ ക്രേസ് ജ്വല്ലറീസാണ് കേട്ടോ. വലിയ ടൈപ്പ് കമ്മൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വട്ട് പിടിക്കും കേട്ടോ. എനിക്കത് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള 2-3 ഷോപ്പുകൾ ഇവിടെ തന്നെയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ജ്വല്ലറി വാങ്ങിച്ച് കൂട്ടുന്ന ആളായിരുന്നു. അതേപോലെ തന്നെയാണ് ഡ്രസ്സ് എത്ര കിട്ടിയാലും എനിക്ക് മതിയാവില്ലായിരുന്നു. പക്ഷെ അന്നൊക്കെ നമുക്ക് ഒരുപാട് ഡ്രസ്സൊന്നും എടുത്ത് കൂട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ വാപ്പാക്കാണെങ്കിലും ഒരുപാട് ഡ്രസ്സ് വാങ്ങി കൂട്ടുന്നതൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. ഒരു എല്ലാത്തിനൊരു പരിധി വെക്കുന്ന ഒരാളായിരുന്നു. ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. പക്ഷെ ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ എല്ലാ ഫ്രീഡവും എൻജോയ് ചെയ്തത് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാനും ഇക്കായും ആണെങ്കിലും ഒരേപോലെയാണ്. ഡ്രസ്സ് എടുത്ത് കൂട്ടുന്നതിൽ കയ്യും കണക്കുമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് വാങ്ങി കൂട്ടും.
എത്ര ഡ്രസ്സ് എടുത്താലും അങ്ങനെ ഒരുപാട് എടുക്കണ്ടെന്നോ അങ്ങനെ ഒന്നും പറയാറില്ല. കാരണം ആളും അതേപോലെ വാങ്ങുന്ന ഒരു കൂട്ടത്തിലാണ്. അതേപോലെ തന്നെ ജ്വല്ലറീസും ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർക്ക് സിൽവർ ടൈപ്പ് വളകളും ആളും ഇക്കായും അങ്ങനത്തെയൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്വല്ലറീസിനോടും ഡ്രസ്സിനോടും എനിക്ക് ഇഷ്ടമുള്ള അതേ ഒരു വേവ് ലെങ്ത്തിൽ തന്നെയാണ് ഇക്കാക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതേ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മച്ചി പഴംപൊരിയും ചേമ്പപ്പവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിക്കലാണ് കേട്ടോ. ഹംദാൻ ഇവിടെ ഇല്ല, അവന് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് മീൻ പിടിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹാറൂൺ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് കുറേ പറഞ്ഞു ചേമ്പപ്പം ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അവൻ കുറേ നേരം വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം ഫോൺ കളിക്കണതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റവയുടെ ഒരു പലഹാരം ഉണ്ടല്ലോ, എൻ്റെ ഉമ്മ മെയിനായിട്ട് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ചില പലഹാരങ്ങളിൽ ഒന്നാണ് കേട്ടോ ചേമ്പപ്പം, പഴംപൊരി, അതേപോലെ നമ്മുടെ കൊഴുക്കട്ട, അങ്ങനത്തെ 3-4 ഐറ്റംസ് ഉണ്ട്. അതേ എൻ്റെ ഉമ്മ ഉണ്ടാക്കാറുള്ളൂ അന്നും ഇന്നും എന്നും. പിന്നെ ഒരു പരീക്ഷണത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും ആൾ നിൽക്കലില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് നോക്കുന്നത് ഞാനായിരുന്നു കേട്ടോ. വനിതയും ഒക്കെ നോക്കിയിട്ട് പുതിയ പുതിയ റെസിപ്പീസൊക്കെ കാണുമ്പോൾ അതേപോലത്തേക്ക് ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുന്ന ഒരാൾ ഞാനായിരുന്നു. ഇത്താത്താക്ക് ഇതിനോട് ഇഷ്ടം വന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ്. എനിക്ക് പണ്ടേ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് വനിതാ ഗൃഹലക്ഷ്മി അതിലൊക്കെ വരുന്ന പരിപാടികളൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ഈ ടി വിയിലുള്ള കുക്കിംഗ് പരിപാടികളെല്ലാം ഞാൻ മുടങ്ങാതെ കാണുമായിരുന്നു കേട്ടോ. പണ്ടത്തെ ദേശഫ് പരിപാടി ഉണ്ടല്ലോ, മഴവിൽ മനോരമയിലുണ്ടായിരുന്ന ദേശഫ്, ഞാൻ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുമായിരുന്നു. ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു അങ്ങനത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞത് ഹാറൂനും ഹാസിമും ഒക്കെ ബെഡൊക്കെ വിരിച്ചിട്ട് കളിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.